പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖമായും ക്ഷേമമായിരിക്കുന്നെന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്, നമ്മളെങ്ങനെ ഉപവസിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, നമ്മളെങ്ങനെ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നമ്മുടെ പ്രാർത്ഥന എത്തുമെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തം 7:14 വായിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു, എൻ്റെ മുഖം അന്വേഷിച്ചു, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ചു അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഈ ന്യായവിധിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം, ഉപവാസം എന്ന് പറയുന്ന വാക്ക് തന്നെ ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നടക്കുക, അതായത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി പ്രാർത്ഥിക്കണം. അങ്ങനെയാണല്ലോ ആ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ഇറങ്ങിയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഇടമനഘടകലാതി നമ്മൾ നമ്മുടെ കുറവുകൾ, കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഏത് സ്ഥാനത്തൊന്ന് വീണോ ആ സ്ഥാനത്തൊന്ന് മടങ്ങി വന്ന് ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം തമ്പുരാൻ ന്യായമായ മറുപടി അല്ലെങ്കിൽ ഉത്തരം കൊടുക്കുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചത്. നമ്മൾ കാണുന്നത് തങ്ങളെ തന്നെ താഴ്ത്തുക. ദൈവജനം തങ്ങളുടെ പരാജയങ്ങൾ അംഗീകരിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ട്, പഴുതുകൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുദപിക്കണം. ദൈവഹിതം ചെയ്യുവാനുള്ള സമർപ്പണത്തെ പുതുക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയുള്ളൂ. ഒരുവൻ ദൈവത്തിൻ്റെയും അവൻ്റെ വചനത്തിൻ്റെയും മുമ്പാകെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മീക ദാരിദ്ര്യം അംഗീകരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് സ്വന്തം ആത്മീകമായ ദാരിദ്ര്യമുള്ളൊരു വ്യക്തിയാണ്, എനിക്കത് പ്രാപിച്ചെടുക്കണമെന്നുള്ളൊരാഗ്രഹമുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ താഴെ കണ്ട് നമ്മൾ വായിക്കാനിടയായത്. 2, പ്രാർത്ഥിക്കുക. ദൈവജനം അതീവ നിരാശയിലാകുമ്പോൾ കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിക്കണം. അവൻ ഇടപെടുന്നതിന് അവനിൽ പൂർണ്ണമായി ആശ്രയിക്കണം, വിശ്വസിക്കണം. പ്രാർത്ഥന ആത്മാർത്ഥവും സ്വർഗത്തിൽ നിന്ന് ദൈവം ഉത്തരം അരുളുന്നത് വരെ തുടരുന്നതുമായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 11:1 മുതൽ 13 വരെ, 18:1 മുതൽ 8 വരെയൊക്കെ യാക്കോബിൻ്റെ ലേഖനം 5:17-18 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്കവിടെ മറുപടി ഉണ്ടാകുമെന്നൊക്കെ. പിന്നെ 3 കാണുന്നത് എൻ്റെ മുഖം അന്വേഷിക്കുക. ദൈവജനം ശുഷ്കാന്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിയണം, അവൻ്റെ സാന്നിധ്യത്തിനായി വാഞ്ചിക്കണം. എങ്ങനെയെങ്കിലും ദുരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ആയിരിക്കരുത്. നമ്മൾ ആത്മാർത്ഥതമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ച് മുഖം അന്വേഷിക്കുക. ദൈവജനം മുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ മുഖം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 4, തങ്ങളുടെ ദുർമാർഗം അതെന്താണ്? വിട്ടുതിരിയുക. ദൈവജനം ആത്മാർത്ഥമായി അനുതപിച്ച് പ്രത്യേകമായി പാപങ്ങളിൽ നിന്നും എല്ലാവിധ വിഗ്രഹാരാധനയിൽ നിന്നും തിരിഞ്ഞ് ലോകത്തോട് അനുരൂപമായതിനെ ഉപേക്ഷിച്ചു കരുണയ്ക്കായും പാപക്ഷമയ്ക്കായും വിശുദ്ധീകരണത്തിനായും ദൈവത്തോടടുത്ത് ചെല്ലണം. എന്താണ് ദുർമാർഗങ്ങളെ? ദുർമാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ളത് ഒത്തിരി അശുദ്ധി, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നോട്ടത്തിലെ, നമ്മുടെ വാക്കിലെ, നമ്മുടെ പ്രവൃത്തിയിലെ എല്ലാം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക. ദൈവത്തിന് ആത്മാർത്ഥമായി അനുതപിക്കുക. ആത്മാർത്ഥമായിട്ട് ദൈവസ്ഥലം നമ്മൾ അനുതപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും. പ്രത്യേകമായ പാപങ്ങളിൽ നിന്ന്, എല്ലാ വിഗ്രഹാരാധനകളിൽ നിന്നും. വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത് മാത്രമല്ല. വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമുക്കൊരു കുട്ടി വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മളങ്ങ് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അങ്ങ് സ്നേഹിക്കുന്നതാണ് ഒരു വിഗ്രഹാരാധന എന്ന് പറയുന്നത്.
നമുക്ക് പൊന്നോ അല്ലെങ്കിൽ നമുക്ക് ഗോൾഡോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കളോ നമ്മുടെ ഭവനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ നമ്മുടെ സൗന്ദര്യത്തെയോ നമ്മുടെ ക്വാളിഫിക്കേഷനെയോ നമ്മുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഓർത്ത് നമ്മൾ അങ്ങ് അതിയായിട്ട് നിഗളിക്കുന്ന ഒരു അനുഭവമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ആശ്രയം ഇടുക എന്ന് പറയും. ഇതിലൊക്കെ നമ്മൾ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അത് വിഗ്രഹാരാധനയായി തീരും. അപ്പനെയോ അമ്മയോ അല്ലെങ്കിൽ മക്കളെയോ ഇവരെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു വിഗ്രഹാരാധനയായി തന്നെ തീരും. ഇതൊക്കെ ഉപേക്ഷിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഉപവസിക്കാൻ. അങ്ങനെ അപ്പം 7:14 തന്നെ കാണുന്നുണ്ട്, ഞാൻ കേട്ട് ശ്രമിച്ചു സൗഖ്യം വരുത്തി കൊടുക്കും. സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപവസിക്കുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ദുർമാർഗങ്ങൾ വിട്ട് തിരിയണം, നമ്മളെ താഴ്ത്തണം. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണം, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം, എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപം ക്ഷമിച്ചു അവരുടെ ദേശത്തിന്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്ന ഇതാണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അവരുടെ ദേശത്തിന് വരെ സൗഖ്യം വരുത്തി കൊടുക്കുമെന്നാണ് കർത്താവ് വചനത്തിൽ കൂടി നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഉണർവിനും പൂർവാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ 4 വ്യവസ്ഥകൾ പാലിച്ചു കഴിയുമ്പോൾ ഉണർവിനുള്ള ദൈവത്തിൻ്റെ ത്രിവിധ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടും. അപ്പോൾ നോക്കിക്കോണം, ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ അംഗീകരിച്ച് കഴിയുമ്പോൾ 4 കാര്യത്തിന്മേൽ ഒരു വിടുതൽ അല്ലെങ്കിൽ അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റു വാക്കി പറഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുകയും തൻ്റെ വചനത്തോട് മനസ്സലിവ് കാണിക്കുകയും തൻ്റെ ജനത്തോട് മനസ്സലിവ് കാണിക്കുകയും ചെയ്യുവാൻ തുടങ്ങുന്നതാണ് ഉണർവിൻ്റെ ഒന്നാമത്തെ തെളിവ്. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ ദൈവാത്മാവിൽ ഉണർവ് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് വാസ്തവം. അത് മാത്രമല്ല, 2, ദൈവം തൻ്റെ ജനത്തോട് ക്ഷമിക്കുകയും പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുകയും അവൻ്റെ പ്രസാദം, സാന്നിധ്യം, സമാധാനം, സത്യം, നീതി, ശക്തി എന്നിവ അവരുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. സങ്കീർത്തനം 85:9-13. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ദൈവം വീണ്ടും മഴ പെയ്യിച്ചും, അതായത് ശാരീരികമായ പ്രസാദം, അനുഗ്രഹം, പരിശുദ്ധാത്മാ പകർച്ച ഒക്കെ ഇങ്ങനെയുള്ളവരിലേക്ക് ദൈവം പുതിയൊരു ഉണർവ് അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഉപവസിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ദൈവാത്മാവ് ദൈവവചനത്തിൽ കൂടി പറയുന്നത്. കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഉപവസിക്കുന്ന ഒരു വ്യക്തി ഉപവസിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം കൂടെ വസിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ സകലത്തെയും വിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനോട് ആരോടെങ്കിലും നമ്മൾ ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചിട്ട് യാഗപീഠത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന യാഗം അവിടെ വെച്ചിട്ട് ആ വ്യക്തിയോട് നിരന്നിട്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പോയി അവരോട് ക്ഷമ ചോദിച്ചിട്ട് നമ്മൾ അവിടെ പോയി ഉപവസിക്കാൻ കടന്നു വരുമ്പോൾ ആ യാഗം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ കടന്നുപോയി അവരോട് നിരന്നിട്ട് നമ്മൾ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ ഇത് മാത്രമാണ്. താഴ്ത്തി പ്രാർത്ഥിക്കുക, നമ്മുടെ കുറവുകളെ കുറ്റങ്ങളെ ഏറ്റുപറയുക. നമുക്ക് 1-2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 20:26 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് 20:26 കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1 ശമൂവേൽ 7:6 1 ശമൂവേൽ 7:6 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ മിസ്പയിൽ ഒന്നിച്ചു കൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. അപ്പോൾ അവർ ഇതിനകത്ത് കാണുന്നത് മിസ്പയിൽ ഒന്നിച്ചു കൂടിയിട്ട് വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അപ്പം ഇസ്രായേൽ ജനം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്
അവരിങ്ങനെ ഉപവസിക്കാനിടയായത്. ഒരു ഉപവസിച്ചു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. അവരുപവസിച്ചു, പ്രാർത്ഥിച്ചു, ഒന്നിച്ചു കൂടി അവരുപവസിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു എന്നിട്ട് അവർ ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ശമൂവേലും ഇസ്രായേൽ ജനം എല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 2 ശമൂവേൽ 1:12 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1:12 കാണാൻ കഴിയുന്നുണ്ട്. അവർ ശൗലിനും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണു പോയതുകൊണ്ട് വിലപിച്ചു കരഞ്ഞു. സന്ധ്യ വരെ അവർ വിലപിച്ചു കരഞ്ഞു, ഉപവസിച്ചു എന്ന്. അപ്പം വിലപിച്ചു കരഞ്ഞു ഉപവസിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സന്ധ്യ വരെ. അതായത് 11 നമുക്ക് കാണുന്നുണ്ട്. ഉടനെ ദാവീദ് തൻ്റെ വസ്ത്രം പറിച്ചു കീറി, കൂടെ ഉള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ച് സന്ധ്യ വരെ കരഞ്ഞു. അപ്പോൾ നോക്കണം, യുദ്ധത്തിന് പോയപ്പോൾ ഇവർ വാളാൽ വീണുപോയി ഇത്രയും ആൾക്കാർ. അതുകൊണ്ടാണ് വിലപിച്ച് അന്ന് രാത്രി മുഴുവൻ ഇവർ കരയാനിടയായി. സന്ധ്യ വരെ കരഞ്ഞു. ശൗൽ മരിച്ചു. അപ്പോൾ നോക്കണം, ഇവരെല്ലാവരും മരിച്ചതിൻ്റെ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. അപ്പോൾ ദാവീദിന് ഭയങ്കരമായ വിഷമം ഉണ്ടായപ്പോൾ അവർ വിലപിച്ചു കരഞ്ഞു. അതായത് സന്ധ്യ വരെ ഇവരെല്ലാം വാളാൽ വീണ് മരിച്ചു പോയല്ലോ, ഇത്രയും ആൾക്കാർ മരിച്ചു പോയതിൻ്റെ ഫലമായിട്ട് ഇവർ വിലപിച്ചു കരഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ പല കരച്ചിലുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഉപവസിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയും പ്രാർത്ഥിക്കുന്ന ഒരാളായി തീരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ചില പ്രവൃത്തികൾ നമ്മളിൽ കൂടി ചെയ്തെടുക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 20:26 കാണുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്തു. യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ നോക്കിക്കോണേ, അവർ കഴിഞ്ഞ് അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നോക്കിക്കോണം, അവർ രാത്രി സന്ധ്യ വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപവസിക്കുന്നതായിട്ട് ഉള്ള വാക്യങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് ചുരുക്കമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പല കരച്ചിലുകളാണ് കാണുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ പോയി അവർ കയറി അവർ ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചെന്ന്. കരഞ്ഞുകൊണ്ട് സന്ധ്യ വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇസ്രായേൽ ജനം. അതുപോലെ കരഞ്ഞ്, അപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. താഴ്ത്തി പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം, അപ്പോൾ നമ്മുടെ പാവങ്ങളെ നീക്കി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ കഴിയുന്നുണ്ട്. കരഞ്ഞവർ സന്ധ്യ വരെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, വിലപിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് പല പല ഘട്ടങ്ങളുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഉപവസിക്കുക എന്ന് പറയുന്നത് പല ഘട്ടത്തിലായിട്ട് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് കേട്ട് ദൈവം ജനത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥന കഴിഞ്ഞുണ്ട്. അവർ സന്ധ്യ വരെ ഉപവസിച്ച് കരഞ്ഞു. ദാവീദ് ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നു. ദാവീദ് പറഞ്ഞു ഉപവസിച്ച് കരയുന്ന കാണുന്നുണ്ട്. നമുക്ക് ഒത്തിരി വാക്യങ്ങൾ ഒരുപാട് എല്ലാം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 1-2 ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 ശമൂവേലിനകത്തൊക്കെ വെച്ചുകൊണ്ട് ഉപവസിച്ചു. ദാവീദ് ഉപവസിച്ച് കരഞ്ഞു, പ്രാർത്ഥിച്ചു, നിലം വരെ കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു, ബലമില്ലാതാകുവോളം കരഞ്ഞു. അങ്ങനെയൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കണം. അങ്ങനെ കരച്ചിലിൻ്റെ ഒരു ശബ്ദമാണ്. കരയുവാണെന്ന് അനുദപിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ പാദ സന്നിധിയിലേക്ക് ചേരുക. നമ്മൾ സ്വർഗം കർത്താവിൻ്റെ സിംഹാസനം, ഭൂമി കർത്താവിൻ്റെ പാദപീഠമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ പാദപീഠമായിരിക്കുന്ന ഭൂമിയിലേക്ക് അങ്ങ് വീണു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ വീഴുകയാണ്. നമ്മൾ വീണ് കരയുക. കർത്താവ് ഓടിപ്പോയി ഏതൻ തോട്ടത്തിലും അതുപോലെ തന്നെ കർത്താവിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയമായപ്പോഴും മരിക്കാറായ സമയമൊക്കെ ആയപ്പോഴും കർത്താവ് കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചു നമുക്ക് കാണുന്നുണ്ട്.
കവിണ്ണ് വീണു. കർത്താവ് ബുദ്ധിമുട്ടി ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് കരഞ്ഞെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ കരഞ്ഞാൽ? അപ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, വിലപിച്ച് പ്രാർത്ഥിക്കുന്ന, തെറ്റുകൾ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇപ്പോൾ ഉപവസിക്കുമ്പോൾ നമ്മൾ സകലത്തിനെയും വെടിഞ്ഞ് നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഭക്ഷണം മാത്രം വെടിഞ്ഞിരിക്കും. ഭക്ഷണം മാത്രം വെടിഞ്ഞിരുന്നുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. കൂടെ വസിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ കണ്ടുകൊണ്ട് ഏറ്റു പറയണതിന് തങ്ങളെ തന്നെ താഴ്ത്തണം. അങ്ങനെ പ്രാർത്ഥിക്കണം. അത് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. എൻ്റെ മുഖം, അതുമാത്രമല്ല കർത്താവിൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു, മുഖം കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ. അതുമാത്രമല്ല നമ്മളിലുള്ള ദുർമാർഗങ്ങൾ, നമ്മുടെ ദുർമാർഗങ്ങൾ, നുണ, അസൂയ, പക, വഴക്ക്, അതുപോലുള്ള വെറിക്കൂത്ത്, അന്യാരാധനയുടെ അനുഭവം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നീക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് ആ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വിട്ടു തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പാപം മാത്രം ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ പാപം അങ്ങ് ക്ഷമിച്ചിട്ട് നമ്മളോട് അവരുടെ ദേശത്തിന്, അപ്പോൾ നമ്മളായിരിക്കുന്ന പട്ടണത്ത് വരെ, നമ്മളായിരിക്കുന്ന ദേശത്തിന് വരെ ദൈവം സൗഖ്യം തരുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പം നമ്മളെല്ലാം വിട്ടു തിരിയണം. നമ്മൾ വിട്ട് കളയേണ്ടതിനെ വിട്ട് കളയണം. ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുക്കണം. മറ്റുള്ളവരോട് മിണ്ടാതെ പോയിരുന്നു നമ്മൾ ഉപവസിക്കരുത്. ഭവനത്തിൽ കലക്കമുണ്ടാക്കിക്കൊണ്ട് പോയിരുന്നു ഉപവസിക്കരുത്. ഭാര്യ ഭർത്താവിനെ നോക്കാതെ, അല്ലെ കുഞ്ഞുങ്ങളെ നോക്കാതെ, കുടുംബം നോക്കാതെ പോയി ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നില്ല. കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവോ, ഉപസിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്നതാണ് ദൈവത്തിൻ്റെ വചന വാഗ്ദത്വം, ദൈവിക വാഗ്ദത്വമാണ്. എന്നാൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ കുടുംബത്തിൽ നോക്കാതെയും രാവിലെ അങ്ങ് സുവിശേഷം പറയാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനപരമെന്ന് പറഞ്ഞാൽ കുടുംബത്തെ നോക്കിയിട്ട്, കുഞ്ഞുങ്ങളെ നോക്കി, ഭർത്താവിനെ നോക്കി, ഭാര്യയെ നോക്കി, കുടുംബത്തെ നല്ലപോലെ ഭരിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്, അങ്ങനെയുള്ള വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ അപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. ഉപവസിക്കുമ്പോഴും നമ്മൾ കയ്പോ ഈർഷ്യോ ശാണ്ടെ ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഉപവസിക്കരുത്. ഉപവസിച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല. അതിന് നമ്മൾ വെറുഞ്ഞുമാതെ പട്ടിണി ഇരിക്കാതെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ ഓഫീസിൽ പോകരുത്, ഓഫീസിലോ അല്ലെങ്കിൽ ജോലിക്കോ നമ്മൾ പോകരുത്. ജോലി നമ്മൾ മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് അന്ന് ലീവാക്കിയിട്ട് നമ്മൾ പോയി പ്രാർത്ഥിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ. അല്ലെങ്കിൽ പട്ടിണി ഇരിക്കുകയാണ്, അത് ഉപവാസം അല്ലത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ അലോക്യവും കുത്തും വഴക്കും ഉണ്ടാക്കി മരുമക്കൾ അമ്മായിമ്മയോടും, അമ്മായിമ്മ മരുമക്കളോടും, മക്കളും അപ്പനോടും അമ്മയോടും, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾ ഉപവസിക്കാനുള്ള വ്യവസ്ഥ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നില്ല. എല്ലാവരോടും നിരപ്പ് പ്രാപിക്കണം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളോട്. പ്രിയ ദൈവജനമേ, നമ്മൾ ഈ അനാഥാലയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ അനാഥമാർക്കുള്ളതാണ്. ആരുമില്ലാത്തവരെ ഉപേക്ഷിക്കുന്ന ഒരിടമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അനാഥാലയം എന്നൊക്കെ പറയുന്നത്, മറ്റുള്ളവരെ നോക്കുന്ന അനേക സ്ഥലങ്ങളുണ്ടല്ലോ, സ്നേഹ സന്ദേശം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും വളർത്തിയത്. ഞാനും എനിക്കും മാതാവും എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി അവരും കഷ്ടപ്പെട്ടൊക്കെയാണ് മരിച്ചത്. എന്നാലും അവരെയൊന്നും അനാഥാലയത്തിലൊന്നും കൊണ്ടാരും തള്ളിയിട്ടില്ല. എൻ്റെ സഹോദരങ്ങളാലും കൊണ്ട് തള്ളിയിട്ട് നമുക്ക് പൈസ വരുമ്പോഴും നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെയുള്ള നമുക്കൊരിക്കലും പറ്റത്തില്ല. അവർക്ക് അവരുടെ അനിഷ്ടങ്ങളൊക്കെ നോക്കാനും നമുക്ക് കഴിയാതാണ്. ഒരിക്കലും നിങ്ങളാരും ഒരു മാതാവിനെ പിതാവിനെ കൈ വളരട്ടെ കാൽ വളരട്ടെ എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേര് വളർത്തി കഴിയുമ്പോൾ കൊണ്ട് അനാഥമന്ദിരത്തിലൊക്കെ കൊണ്ട് തള്ളിയിട്ടിട്ട് അവർക്ക് ഉറ്റവരിൽ ഉടയവരില്ല, മക്കളില്ല, ആരുമില്ലാതെ അലയുന്ന അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങളൊക്കെയും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ആരും നമ്മൾ കഴിയുന്നിടത്തോളം നമ്മുടെ മാതാവിനെ പിതാവിനെ നോക്കുക. അങ്ങനെ നോക്കുന്നവർക്ക് ദൈവിക അനുഗ്രഹം ഉണ്ടാകും. മാതാപിതാക്കളുടെ അനുഗ്രഹം പ്രാപിക്കുന്നവർക്കും ദൈവിക അനുഗ്രഹം ഉണ്ടാകും. അവർ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി കഴിയുമ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിരുദ്ധമാണത്. ദൈവത്തിൻ്റെ വചനത്തിന് വ്യവസ്ഥയില്ലത്. അങ്ങനെയൊക്കെയും ചെയ്യുവാൻ നമുക്കൊരിക്കലും യാതൊരു വിധത്തിലും നമുക്കതിന് സാധിക്കരുത്.
കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെങ്കിലേ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവ് വരുവാണെങ്കിൽ നമ്മൾ പോകുമോ? നമ്മളെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യണം. നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് വന്നാൽ കടന്നു പോകാൻ കഴിയുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റു പറയണം, കർത്താവെ, ഇന്ന പാപങ്ങളും ചിന്തകളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇന്ന് രാത്രികാലം കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കപ്പെടാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു, ഭാര്യ ഭർത്താവിനോട് ക്ഷമ, കുഞ്ഞുങ്ങളോട് ക്ഷമ ചോദിച്ചു. അതുപോലെ കർത്തൃമേശ എടുക്കാൻ പോകുമ്പോഴും ഭവനത്തിൽ നിരന്ന് ഭവനത്തോടും ഭർത്താവിനോടും ഭാര്യയോടും ഒക്കെയും ക്ഷമ ചോദിച്ചു, കുഞ്ഞുങ്ങളോടും ക്ഷമ ചോദിച്ച് നമ്മൾ കർത്തൃമേശ എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും ദൈവസന്നിധിയിൽ. അതുപോലെ ഇന്ന് രാത്രികാലം നമ്മുടെ മരണമാണെങ്കിൽ, നമ്മൾ കിടന്ന് മരിക്കുവാണെങ്കിൽ, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ, നമ്മൾ സന്തോഷത്തോടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെല്ലാവരോടും നിരന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആയിരിക്കണം. ഇതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസവും പ്രാർത്ഥനയെന്ന് പറയുന്നത് ഇതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക, അവർ ശ്രേഷ്ഠരാന്ന് നമ്മൾ വിചാരിക്കുക. അവർ വിദ്യാഭ്യാസം കുറവുള്ളായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഇച്ചിരി പണം കുറവായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഇച്ചിരി സൗന്ദര്യം കുറവായിരിക്കാം, ചിലപ്പോൾ അവർക്ക് തൊലിക്ക് ഇച്ചിരി ഉറപ്പുണ്ടായിരിക്കാം. കർത്താവ് നോക്കിയിട്ടില്ല തൊലിക്ക് വെളുപ്പോ, അല്ലെങ്കിൽ കർത്താവ് ഒന്നും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആരുടെയും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ആരുടെയും പാരമ്പര്യങ്ങളോ, ആരും പണക്കാരെന്നോ പാവപ്പെട്ടെന്നോ ഒന്നും കർത്താവ് നോക്കില്ല. കർത്താവിൻ്റെ അടുക്കൽ ചെന്നവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും സൗഖ്യമാക്കുകയും ജീവിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് തൊലിയോ വെളുപ്പോ ഒന്നും ആ കുരുടൻ്റെ നോക്കിയില്ല, അതുപോലെ തന്നെ കുഷ്ഠരോഗിയുടെ നോക്കിയില്ല. കുഷ്ഠരോഗിയുടെ അടുത്ത് ആരും അടുക്കത്തില്ല. എന്നാൽ കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കി. എത്രയോ കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാന പ്രകാരം ദൈവം എന്തെല്ലാം കാര്യം ചെയ്തു. ന്യായപ്രമാണം നീക്കിക്കളഞ്ഞ കർത്താവ് പുതുജീവനായിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്ന ദൈവമാണല്ലോ. ന്യായപ്രമാണം നിവർത്തിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നത്. ഈ ഭൂമിയിൽ കടന്നു വന്ന് കർത്താവിൻ്റേതായ ടമനകടകൾ പ്രൗഢലാദി കക്ഷകടകൾ സ്നാടുകൾ കഴിച്ച് കർത്താവിൻ്റേതായ ആലോചന പ്രകാരം, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിൻ്റെ വേല തികച്ചിട്ട് ഇന്നും സ്വർഗത്തിൻ്റെ വലത്തുഭാഗത്ത് പോയിരുന്നു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഇന്ന ആൾക്കാർ അത് പാപം ചെയ്യുന്നു, അതിൽ നിന്ന് വിടുവിക്കണമേ, അവരെ രക്ഷിക്കണമേ, അവരെ നരകത്തിൽ വിടരുതേ, അവരെ സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുവരണേ, നമ്മളിരിക്കുന്നിടത്തേക്ക് കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയട്ടെ. ആ കർത്താവിൻ്റെ സ്ഥാനത്തിൽ നമ്മൾ കൈവിടപ്പെട്ടുവാൻ അനുവദിക്കില്ല. നമ്മൾ നഷ്ടപ്പെടരുത്. നമ്മൾ ഇത്രത്തോളം ഓടിയിട്ടും അധ്വാനിച്ചിട്ടും മനഘടകളാതി നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മൾ ഈ നരകയാതന ഒരിക്കലും കെടാത്ത തീയും ഇടമനഘടകലാതി ചാകാത്ത പുഴുവും അങ്ങനെ എന്തെല്ലാം കാര്യമാണ് നരകത്തിലുള്ളത്. നരകം കർത്താവ് നമുക്കല്ല ഒരിക്കലും മനുഷ്യൻ അവിടെ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവജനമേ, കർത്താവ് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയതാണ് നരകം. എന്നാൽ ആ ദിവസങ്ങളിൽ ആ നരകത്തീയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണമെങ്കിൽ നമ്മളും ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ നാളുകൾ ഏർപ്പെടണം. അതായത് ഉപവസിക്കുന്നത് എങ്ങനെയാണ്, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. എൻ്റെ നാമം കർത്താവ് എങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം, കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ സ്ഥലം താഴ്ത്തി കൊടുക്കുന്ന ഒരു അനുഭവമാണ്. ഇതെല്ലാം നമ്മൾ നമ്മൾ വിട്ടുകളയണം ഇത് മുഴുവനും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആത്മീക ഉദാസീനത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. നമ്മളെപ്പോഴും ആത്മീകത്തിൽ നമ്പർ 1 ആയിരിക്കണം. ആത്മീകത്തിൽ ശുശ്രൂഷകൾക്ക്, അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കണമെങ്കിൽ പ്രാർത്ഥനകൾക്കെല്ലാം നമ്മൾ പോകണം. നമ്മൾ കേൾക്കുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ എഴുതി വെച്ച് പഠിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മൾ വായിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത്, അതിൻ്റെ കഴുത്തിൽ അലങ്കാര മാലയെ കെട്ടണം, അത് നീ പോകുന്നിടത്തൊക്കെ നിന്നെ അത് സത്യത്തിൽ നടത്തും, അത് അനുഗ്രഹം നിൻ്റെ മേൽ കടന്നു വരും. അതുകൊണ്ട് നീ അത് എപ്പോഴും വായിക്കണം, ധ്യാനിക്കണം. അതുമായിട്ട് എപ്പോഴും നിനക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ നീ നടക്കണം. ഇങ്ങനെയൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്. അതുപോലെ നമ്മളെപ്പോഴും ദൈവത്തോളം വലുപ്പമുള്ള ദൈവത്തിൻ്റെ വചനം, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലയോ, അതിന് വേണ്ടുന്ന വാഗ്ദത്വം ആ ദൈവത്തിൻ്റെ വചനത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിന് അവയിലൊന്നും ഇല്ലാതെ വരികയല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുപോലെ നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലും പലപ്പോഴും വിട്ടിട്ടുണ്ട്. ഉപവസിക്കേണ്ട സ്ഥാനത്ത് ഉപവസിക്കണം,
പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് പ്രാർത്ഥിക്കണം. ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്, നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ ജനത്തിന് ദൈവം തമ്പുരാൻ മാർഗ്ഗദർശിയായിട്ട് കൂടെ ഇരിക്കും. ഭൂമിയുടെ അറ്റത്തിരുന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ ശബ്ദം കേട്ട് നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവാണ്. നമ്മളെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ദൈവത്തിൻ്റെ സ്ഥലം മനം തിരിഞ്ഞു കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വരുന്ന ഏത് വ്യക്തിയും ദൈവം കൈവിടത്തില്ല. മനസ്താപത്തോടെ, കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കണം. കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ഇടമനകടകലാതി കക്ഷക്കടകല സന്ദർ ഓടി നടന്നു പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനങ്ങളിലായാലും നമുക്ക് നടന്നും പോയി തുള്ളിയും പ്രാർത്ഥിക്കാൻ കഴിയും. കിടന്നുരുണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. ഇതൊക്കെയും പ്രാർത്ഥിക്കുമ്പോഴല്ലേ പ്രാർത്ഥനയുടെ വ്യവസ്ഥ പ്രകാരം ദൈവസ്ഥനിൽ നടത്തി എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ദൈവം മറുപടി തരും. സഹോദരങ്ങളെ, നിശ്ചയമായിട്ടും ദൈവം നമുക്ക് മറുപടി തരും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളെ ദൈവം കൈവിടത്തില്ല. നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്ന എനിക്കറിയത്തില്ലെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് പുറത്ത് വന്നേ മതിയാക്കുള്ളൂ. നാളുകളിലെ ദൈവം ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ, യഥാർത്ഥമായ മാനസാന്തരമുള്ള ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത അനാഥനെയും വിടുവിക്കുന്ന ദൈവമാണ്. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. അനാഥമാരുടെയും വിധവമാരുടെയും ന്യായപാലകനാണ്. അനാഥമാരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇടമനകടകലാതി വിധവമാരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. ഏതെങ്കിലും വിധത്തിൽ പ്രയാസത്തിൽ, രോഗത്തിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിൽ, കണ്ണുനീരിൽ ആരിലും ആയിട്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് ദൈവം കൊണ്ടുവരും. ഇടമനകടകലാതി പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ആ പത്രോസ് അവൻ്റെ ന്യായാധിപന്മാരല്ലെങ്കിൽ പത്രോസിൻ്റെ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരും അതുപോലെ രാജാക്കന്മാരും രാജാവും പടയാളികളും കൂടെയുള്ള ആൾക്കാരും ചേവകന്മാരെല്ലാം പറഞ്ഞു ഇവനിനി ഒരിക്കലും പുറത്ത് വരത്തില്ല. ഇവൻ്റെ ജീവൻ ഇന്ന് രാത്രി നാളെ വെളുപ്പേനെ ഇവൻ്റെ വാളുകൊണ്ട് അവൻ്റെ കഴുത്ത് വെട്ടിക്കളയുന്നൊക്കെയും അവരൊക്കെയും വിചാരിച്ച് അവരൊക്കെയും പറഞ്ഞു. എങ്കിലും ദൈവം അന്ന് രാത്രികാലം ഒരു ദൂതനെ ഇറക്കിയിട്ട് പത്രോസിനെ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് പത്രോസ് വാതിൽക്കൽ ചെന്ന് മുട്ടുന്ന അനുഭവം സഭാ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വിടുതലുണ്ടായെങ്കിൽ ആളുകളിൽ അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി സമയം കിട്ടുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുവാൻ എനിക്കും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന കുറയരുത്, നമ്മുടെ ആരാധന കുറയരുത്, മുഴങ്കാൽമേൽ ഇരിക്കുന്നത് കുറയരുത്, കണ്ണുനീര് കുറയരുത്. ഇടമനകടകലാതി നമ്മൾ ദാവീദും കൂട്ടരും ശൗലും കൂട്ടരും അതുപോലെ ശമൂവേലും കൂട്ടരും ഒക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു എന്നൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ചല്ലോ. അപ്രകാരം നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെ ആയി തീരട്ടെ. നമ്മളൊരിക്കലും തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, വാടിപ്പോകാൻ അനുവദിക്കില്ല. നീ തകർന്നവനാണോ, നീ തളർന്നവളാണോ? ദൈവം ചോദിക്കുന്ന ഇപ്രകാരമാണ്, നിൻ്റെ തളർച്ചയെ മാറ്റുവാൻ, നിൻ്റെ തകർച്ചയെ മാറ്റുവാൻ ശക്തനായ ഒരു ദൈവം ഇന്നും സ്വർഗത്തിൽ കർത്താവിൻ്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടമനകടകൾ പ്രബലനാദി കക്ഷക്കടകൾ ഏത് വിധത്തിലും കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും മുന്നോട്ട് പോകാൻ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം, നാളുകളായി കരയുന്ന വിഷയമായിരിക്കാം, നാളുകളായിട്ട് ദിവസങ്ങളാണ് വിടുതലില്ലാത്ത ചില വിഷയമായിരിക്കാം. ആ വിഷയത്തിന്മേൽ ദൈവം ഇന്ന് രാത്രികാലം മറുപടി അയക്കുകയാണ്. അടമനകടകലാതി നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് ഇന്ന് രാത്രികാലം നിൻ്റെ സമീപേ വന്നു നിന്നോട്ടെ. നിൻ്റെ സമീപേ കടന്നു വന്നിട്ട് നിന്നോട് ഇപ്രകാരം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രമിച്ചു നോക്കട്ടെ, ഞാൻ നിൻ്റെ ദൈവമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. അടമനകടകലാതി ഓളങ്ങൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, തിരമാലകൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, അടവൽ കടകലാതി കടൽ ശോഭിക്കട്ടെ, ചെങ്കടലിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരട്ടെ, തിരമാലകളുടെ ജീവിതത്തിൽ ജോർദാൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരട്ടെ, കൊടുങ്കാറ്റിൻ്റെ അനുഭവം ജീവിതത്തിൽ കടന്നു വരട്ടെ, ഇടവലകടകൾ തിരകളുടെ അവസ്ഥ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഇതിൽ നിന്നെല്ലാം പുറത്ത് പൂർണ്ണമായി കൊണ്ടുവരാൻ ശക്തനായ ഒരു ദൈവം. ഇടമനകടകലാതി ഞാൻ വിളിക്കുന്ന ദൈവം, നിങ്ങൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അഖിലാണ്ടത്തെ ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയത് അഖിലാണ്ട സൃഷ്ടിതാവായ ദൈവമാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപിയായ ദൈവമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവം, താൻ മാത്രം അമർത്തിയതിൽ വസിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സകലത്തെയും പടച്ച കർത്താവിനെയാണ്. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയ ദൈവത്തെയാണല്ലോ നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ട് ഭയപ്പെടണം? ഉറച്ച് ഈ ദിവസങ്ങളിൽ നിൽക്കത്തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കേണ്ടതിനായിട്ട്
കൊടുക്കുവാനായിട്ട് അടമൻ ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ സന്തൽ പ്രബലാതി റിമന കടകലാതി അക്ഷക്കടകല സന്തൽ കടകലാതി ഏൽപ്പിക്കപ്പെടുവാൻ നിങ്ങളുടെ മുമ്പിൽ വിരൽ ചൂടുന്ന വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളെ കൊള്ളത്തില്ല, നിങ്ങൾക്ക് സൗന്ദര്യമില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, നിങ്ങളെ മാറ്റി നിർത്തുന്നവരുണ്ടോ അടമന കടകലാതി? എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഇമ്മാനുവേൽ എന്നർത്ഥമുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹസ്തക്കടകല രീവല കടകലാതി നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ലയോ? നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ലയോ? നിങ്ങളെ തള്ളിക്കളയുവാണോ? നിന്നെ മാറ്റി നിർത്തുകയാണോ? ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ലയോ? ഭർത്താവിന് സ്നേഹം മറ്റുള്ള സ്ത്രീകളോടാണോ? ഭാര്യ നിന്നെ സ്നേഹിക്കുന്നില്ലയോ? ഭാര്യയ്ക്ക് സ്നേഹം മറ്റുള്ള സ്ത്രീകളോടാണോ? എങ്കിലും ഇന്ന് രാത്രി കാലം നീ കവിണ്ണ് വീഴുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചറിയുന്ന ഇടമനകടകലാതി ആത്മീയ ദൂതുകൾ വെളിപ്പെട്ട് ഇന്ന് രാത്രികാലം വെളിപ്പെട്ട് വരുമാർ ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാണ്. ഏതിനാൽ ഭാരപ്പെടുന്ന വിഷയത്തിന്മേലെ ഭാരത്തിൻ്റെ മധ്യത്തിൽ നല്ലൊരു ചുമട് താങ്ങിയായിട്ട് നിൻ്റെ അടുക്കൽ ഇന്ന് രാത്രികാലം കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. സമീപേ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കാൻ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴുവാണെങ്കിൽ, പാദത്തിൽ വീഴുവാണെങ്കിൽ ദൈവം ചില പദ്ധതികൾ നിൻ്റെ മേൽ ഒരുക്കുമെന്ന് ദൈവാത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇടമനകടകലാതി തകർന്നു പോകുവാൻ, തളർന്നു പോകുവാൻ മകളെ മകനെ നിന്നെ ദൈവം അനുവദിക്കില്ല. നിന്നെ വിളിച്ചിട്ട് വഴിയിട്ട് പോകുന്ന ദൈവമല്ല. നിന്നെ സഹായിക്കുന്ന സിംഹത്തിൻ്റെ കൂട്ടിൽ നിന്ന് ഒരു ദാനിയലിനെ വിട്ടുവിച്ചുവെങ്കിൽ ശന്തൽ പ്രബലാതി ഹസ്തക്കടകലർ ഹാമാൻ്റെ കരത്തിൽ നിന്ന് മോർദേക്കായിയെയും ഏസ്തേറിനെയും ദൈവം വിടുവിച്ചെങ്കിൽ, ആ ദേശത്തെ മുഴുവനും ദൈവം വിടുവിച്ചെങ്കിൽ അവരുടെ ഉപവാസവും പ്രാർത്ഥനയും മൂലമായിരുന്നു. ദൈവജനമേ, അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: തിന്നുകയോ കുട്ടിക്കുകയോ ചെയ്യാതെ രാജസാന്നിധ്യത്തിൽ ആ സ്ത്രീയുടെ തോഴിമാരും എല്ലാവരോടും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യഹൂദ ജനം ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ അവിടെ വെളിപ്പെട്ടെങ്കിൽ, ഒരിക്കലും നീട്ടുവാൻ കഴിയാത്ത ചെങ്കോൽ അവിടെ മേലെ നീട്ടിയെങ്കിൽ അടമനകടകലാതി ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ദൂത് വിളിച്ചറിയട്ടെ. നിൻ്റെ മുമ്പിൽ അടയപ്പെട്ട വഴികളെ ചെങ്കടൽ കൊണ്ട് തുറന്നു ആ ചെങ്കോൽ നീട്ടി ദൈവം രാജാവ് നിന്നെ സഹായിക്കുന്ന രാത്രിയാണ്. രാജാവിന് ഉറക്കം വരാത്താത്ത രാത്രിയാണ്. അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. അടമന കടകലാതി ആ ഡയറി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ഡയറി എടുത്ത് വായിച്ചപ്പോൾ മോർദേക്കായ്ക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവനൊരു സ്ഥാനങ്ങളോ മാനങ്ങളോ കൊടുത്തിട്ടില്ലാത്തതായിട്ട് ആ മോർദേക്കായ്ക്ക് രാജാവിന് മനസ്സിലായി. അന്നേരം തന്നെ രാജാവിൻ്റെ മനസ്സിലേക്ക് ചിലത് ഓടി വന്ന് അടമന കടകലാതി ഇന്ന് രാത്രികാലം നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ രാജാവിൻ്റെ ഉള്ളം കോവയുടെ കരത്തിൽ നീർത്തോട് കണക്ക് ഇരിക്കുന്നത് പോലെ തനിക്കിഷ്ടമുള്ളത് അടുത്തേക്ക് ദൈവം തിരിക്കുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചറിയട്ടെ. അന്തൽ കടകലാതി അകർത്തൻ തല കടകല ഊടലമാന കടകൽ പ്രബലാതി ഊവക്കടകല ജീവലമാനത കടക്കപ്രബല അക്ഷക്കടകല സന്തൽ കടകലാതി നിവർത്തി വരുന്ന രാത്രിയായി തീരട്ടെ. നിവർത്തി വരുന്ന രാത്രിയായി തീരും അണ്ടമന കടകല. നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാകിയാൽ അനുഗ്രഹിക്കുന്നവരായി തീരുവൻ. ദൈവത്തിൻ്റെ വചനത്തിൽ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗങ്ങളെ വിട്ടു ദൈവത്തിൻ്റെ നാമം വിളിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ വിശുദ്ധിയോടും വേർപാടോടും ദൈവസ്ഥാനിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ആ സ്വർഗത്തിൻ്റെ ആ അവകാശം നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ആമേൻ.